നമസ്കാരം. ഇലേന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സൈസ് ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഫെബ്രുവരി 25-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷ നടക്കാൻ പോവുകയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇതെന്നാണ് വിശ്വസിക്കുന്നത്. എക്സൈസ് ഡ്രൈവറിനോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെഷൻ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഫയർമാൻ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ലേണിംഗ് സജ്ജമാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെഷൻ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെഷൻ ഉണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഈ എല്ലാ കാര്യങ്ങളും ഈ ലേൺ PSCയിൽ ഫയർമാൻ ഡ്രൈവറിന്റെ കോഴ്സിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, വിവരങ്ങൾ തിരക്കുക, ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക, കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെക്ഷനിലേക്ക് കടക്കുകയാണ്. നോക്കിക്കേ, ഒരു ഗുഡ്സ് ക്യാരേജിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് ക്യാരേജിന്റെ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ, 12,000 കിലോഗ്രാമിൽ കൂടുതലാണ് ഒരു ഗുഡ്സ് ക്യാരേജിന്റെ വെയിറ്റ് എന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതിനെ നമ്മൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 12 ടണ്ണിൽ കൂടുതലായിരിക്കും എന്ന് ഓർത്തോണം. ഒരു ഗുഡ്സ് കാറ്റഗറി വെഹിക്കിളിന്റെ ഭാരം 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓർത്ത് വെക്കുക, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എക്സീഡിങ് 12,000 കിലോഗ്രാം, 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും. ഗുഡ്സ് ക്യാരേജ് വിത്ത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എക്സീഡിങ് 12,000 കിലോഗ്രാംസ്, 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു ഗുഡ്സ് ക്യാരേജ് വെഹിക്കിളിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാക്ടർ, റോഡ് റോളർ ഒക്കെ ഇതിൽ പെടുന്നതായിരിക്കും എന്നുള്ളത് ഓർത്തോണം. ഇത് ഓടിക്കുവാനായിട്ട് എന്ത് വേണം? സ്പെസിഫിക് ഹെവി വെഹിക്കിൾ ലൈസൻസും ആവശ്യമാണ്. അപ്പോൾ ഒരു ഗുഡ്സ് ക്യാരേജ് വെഹിക്കിൾ ആണെങ്കിൽ അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് GVW എന്ന് പറയുന്നത് എന്തായിരിക്കും? 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും. ട്രാക്ടർ, റോഡ് റോളർ ഒക്കെ ഈ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഇത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലൈസൻസ് ആവശ്യമാണ്. അടുത്ത നോക്കിയേ, മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ക്യാരേജ് വെഹിക്കിൾ ദാറ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് ആസ് ലൈറ്റ് ഓർ ഹെവി, ലൈറ്റുമല്ല ഹെവിയുമല്ല. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7,500 കിലോഗ്രാം മുതൽ 12,000 കിലോഗ്രാം വരെ ആയിരിക്കും. 7,500 കിലോഗ്രാം അഥവാ 7.5 ടൺ മുതൽ 12,000 ടൺ വരെ ആയിരിക്കും. ഇതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ MGV, മീഡിയം ഗുഡ്സ് വെഹിക്കിൾ MGV. ഭാരം എന്ന് പറയുന്നത് 7.5 ടണ്ണിനും 12.5 ടണ്ണിനും ഇടയിലായിരിക്കും എന്നുള്ളത് ഓർത്തോണം. അടുത്ത നോക്കി, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അഥവാ LMV എന്ന് പറയും. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7,500 കിലോഗ്രാമിൽ കൂടരുത്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയാം. നോക്കിയോ, വെഹിക്കിൾ വിത്ത് GVW, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നോട്ട് എക്സീഡിങ് 7,500 kg, 7,500 കിലോഗ്രാം, 7.5 ടണ്ണിൽ മുകളിൽ വെയിറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ, അല്ലെങ്കിൽ 7.5 ടണ്ണിലും താഴെ ഭാരമുള്ള വാഹനങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ, യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീൽ ഉള്ളതുമായ വാഹനങ്ങളെ എന്തെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? യാത്രക്കാരെ കയറ്റുന്നതിനാണ് ഉപയോഗിക്കുന്നത്, അതായത് പാസഞ്ചർ കാറ്റഗറി വെഹിക്കിൾ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കുറഞ്ഞത് 4 വീൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ M കാറ്റഗറി എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? M കാറ്റഗറി വെഹിക്കിൾ, ഹോമോലോഗേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വരുന്നതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. M കാറ്റഗറി വെഹിക്കിളിനെ സാധാരണഗതിയിൽ നമ്മൾ പാസഞ്ചർ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. M കാറ്റഗറി പാസഞ്ചർ കാറ്റഗറി ആകുമ്പോൾ N കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് കാറ്റഗറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്ന 4 വീലുള്ള വാഹനങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ M കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ഓർത്തു വെക്കണം. നോക്കിക്കേ,
കാറ്റഗറി എം യാത്രക്കാരെ വഹിക്കുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങളെ കാറ്റഗറി എമ്മിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്താണ്, ലൈവ് ക്ലാസ്സിലും കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ എം കാറ്റഗറി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എം കാറ്റഗറി വെഹിക്കിൾ യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ്, 4 ചക്രമുള്ള വാഹനങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? 4 ചക്രം, ഏറ്റവും കുറഞ്ഞത് 4 ചക്രം ഉണ്ടായിരിക്കും. അടുത്ത രണ്ടാമത്തെ കാറ്റഗറി നോക്കിയേ, M1 എന്ന് പറയും. M1 കാറ്റഗറി എന്താണ് പറയുന്നത്? ഡ്രൈവർ സീറ്റിന് പുറമെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 8ൽ കൂടാത്ത വാഹനങ്ങൾ. അപ്പോൾ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും? 8 ആയിരിക്കും, ഡ്രൈവറെ കൂടാതെ. അപ്പം ഡ്രൈവറും 8 പേരും യാത്ര ചെയ്യുവാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ M1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ യാത്രക്കാരുടെ എണ്ണം 9 ആയിരിക്കും, ഡ്രൈവർ ഇല്ലെങ്കിൽ 8 യാത്രക്കാരായിരിക്കും M1ൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ എം കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ്, കുറഞ്ഞത് 4 ചക്രം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും. M1 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡ്രൈവർ പ്ലസ് 8, അല്ലെങ്കിൽ ആകെ 9 യാത്രക്കാരായിരിക്കും. അടുത്ത ചോദ്യം നോക്കിക്കേ, 73ാമത്തെ ചോദ്യം. ഹസാർഡസ് ഗുഡ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി. ഹസാർഡസ് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിന്റെ കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനമാണെങ്കിൽ ആ വാഹനത്തിന്റെ ലൈസൻസിന്റെ കാലാവധി, അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കുന്നുള്ള ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. ലൈസൻസിന്റെ കാലാവധി 3 വർഷമായിരിക്കും. ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണെന്ന് പരിശോധിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കറൻസി പഠിച്ചിട്ടുണ്ട്. കറൻസി, ലൈസൻസിന്റെ കാലാവധിയെ നമ്മൾ കറൻസി എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകണമെങ്കിൽ ആ ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ, നോക്കിക്കോ. അടുത്ത 74ാമത്തെ ചോദ്യം നമ്മൾ പറയാൻ പോകുന്നു. നോക്കുക, താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ അയോഗ്യത കൽപ്പിക്കുവാൻ കഴിയും? ലൈസൻസിങ് അതോറിറ്റി ലൈസൻസിൽ അയോഗ്യത കൽപ്പിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് താഴേക്ക് നോക്കുക. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ, ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചാൽ, അതുപോലെ തന്നെ ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ, ഈ 3 കുറ്റങ്ങൾ ചെയ്താലും എന്ത് കിട്ടും? പണി കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുവാൻ കഴിയും. ഓവർലോഡ് കയറ്റി കഴിഞ്ഞാല്, പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചാല്, അതുപോലെ തന്നെ യാത്രക്കാരെ ഡ്രൈവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റമായിട്ട് ഇത് 3ഉം പരിഗണിക്കും. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇപ്പൊ 74 നമ്മുടെ ആൻസർ എന്താണ്? സി ആണ്. ഈ 3 കുറ്റം ചെയ്താലും നമ്മുടെ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, നോക്കിക്കോണേ. 75ാമത്തെ ചോദ്യം. കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിംഗിൽ, റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? അപ്പോ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിംഗിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്? ഹോൺ മുഴക്കിക്കൊണ്ട് പെട്ടെന്ന് പോവുക, മറ്റേതെങ്കിലും ഒരു വാഹനം കടന്നു പോകും വരെ നിൽക്കുക, വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയതിനു ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ട്രെയിൻ കടന്നു പോകുന്നത് വരെ അവിടെ നിൽക്കുക. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരം മനസ്സിൽ വരുന്നുണ്ട്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? ഡ്യൂട്ടി ഓഫ് എ ഡ്രൈവർ ഇൻ അൺമാൻഡ് ലെവൽ ക്രോസിംഗ്. കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിംഗിൽ ഒരു ഡ്രൈവർക്കുണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കണം? സുരക്ഷിതമായ അകലത്തിൽ, ലെവൽ ക്രോസിന്റെ സുരക്ഷിതമായ അകലത്തിൽ വാഹനം ഒതുക്കി നിർത്തണം, ഇടതുഭാഗത്തേക്ക് ഒതുക്കി നിർത്തണം. ഡ്രൈവർ അല്ലെങ്കിൽ അറ്റൻഡർ അല്ലെങ്കിൽ ക്ലീനർ അല്ലെങ്കിൽ യാത്രക്കാരൻ ആരെങ്കിലും ഇറങ്ങി ഇരുവശത്തു നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം എന്താണ്? സിഗ്നൽ നൽകിക്കൊണ്ട് സുരക്ഷിതമായ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകണം എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ അല്ലെങ്കിൽ ഇവിടെ എന്താണ്, ട്രോളി എന്നും വരും കേട്ടോ. ട്രെയിനോ ട്രോളിയോ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോവുക. അടുത്തത്
താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്? പബ്ലിക് സർവീസ് വാഹനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? മോട്ടോർ ക്യാബ് ഉണ്ട്, സ്റ്റേജ് ക്യാരേജ് ഉണ്ട്, ഗുഡ്സ് ക്യാരേജ് ഉണ്ട്. അപ്പോൾ ഒരു പബ്ലിക് സർവീസ് വാഹനത്തിന്റെ പരിധിയിൽ പെടുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണെന്ന് അറിയാമോ? ഓപ്ഷൻ 1 and 2 ആണ്. മോട്ടോർ ക്യാബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണ്. സ്റ്റേജ് ക്യാരേജ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണ്. പക്ഷേ ഗുഡ്സ് ക്യാരേജ് പബ്ലിക് സർവീസ് വെഹിക്കിൾ അല്ല. പകരം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മോട്ടോർ ക്യാബും സ്റ്റേജ് ക്യാരേജും എന്തിനു വേണ്ടിയിട്ടാണ്? പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ പബ്ലിക് സർവീസ് വെഹിക്കിളിന്റെ കാറ്റഗറിയിൽ വരുന്നത് 76ന്റെ ഉത്തരം ഓപ്ഷൻ എ 1 and 2 ആണെന്നുള്ളത് ഓർത്തോണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. ഇവിടെ പറയുന്നത് ഒരു പബ്ലിക് സർവീസ് വാഹനം അല്ലെങ്കിൽ പബ്ലിക് സർവീസ് വെഹിക്കിൾ എന്നാൽ എന്ത്, അതിന്റെ നിർവചനത്തിൽ പെടുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, അതിന്റെ ഉപയോഗം വാണിജ്യ ഉപയോഗമായിരിക്കും. നിർവചനം അനുസരിച്ച് ലാഭത്തിനോ വാടകയ്ക്കോ വേണ്ടി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനാണ് പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പബ്ലിക് സർവീസ് വാഹനങ്ങൾ എന്താണ്? ലാഭത്തിനോ വാടകയ്ക്കോ പബ്ലിക് സർവീസ് വാഹനങ്ങൾ വാടകയ്ക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നു, ലാഭത്തിന് യാത്രക്കാരെ കൊണ്ടുപോകുന്നു. അതിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ വരുന്നത് നോക്കിക്കേ. സ്റ്റേജ് ക്യാരേജ് എന്ന് വെച്ചാൽ നമ്മുടെ KSRTC അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സുകൾ, ഇതെല്ലാം എന്താണ്? സ്റ്റേജ് ക്യാരേജ് ആണ്. ഓരോരോ പോയിന്റിൽ നിന്ന് ആൾക്കാരെ കയറ്റുന്നു, ആൾക്കാർക്ക് നിശ്ചിത തുക ഈടാക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് സർവീസ് നടത്തുന്നു, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് സർവീസ് നടത്തുന്നു. ഇങ്ങനെയുള്ള വാഹനങ്ങളെയാണ് നമ്മൾ സ്റ്റേജ് ക്യാരേജ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റേജ് ക്യാരേജ് വാഹനങ്ങൾ നോക്കിക്കേ, കൃത്യമായ റൂട്ടുകളിൽ ഓരോ യാത്രക്കാരിൽ നിന്നും പ്രത്യേകമായി ചാർജ് ഈടാക്കി സർവീസ് നടത്തുന്ന വാഹനങ്ങളെ സ്റ്റേജ് ക്യാരേജ് വാഹനങ്ങൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം എന്താണ്? ബസ്സുകൾ. ഓർത്തോണം. അടുത്തത് കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾ. കോൺട്രാക്ട് ക്യാരേജ് എന്താണ് നോക്കിക്കേ, ഒരു നിശ്ചിത തുകയ്ക്ക് പൂർണ്ണമായും വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങൾ. ഉദാഹരണം ടൂറിസ്റ്റ് ബസ്സുകൾ, പ്രൈവറ്റ് ടാക്സികൾ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഉദാഹരണത്തിന് കൊല്ലത്ത് നിന്നും കൊച്ചിയിലേക്ക് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. കൊല്ലത്ത് നിന്നും ഒരു വാഹനം വിളിക്കുന്നു, കൊച്ചി വരെ ഇത്ര രൂപ പറഞ്ഞുറപ്പിച്ച് വാഹനത്തിൽ കയറുന്നു. ആ വാഹനം നിങ്ങളെ കൊണ്ട് കൊച്ചി എയർപോർട്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത ആ വാഹനം എന്ന് പറയുന്നത് എന്തിൽ പെടുന്നു? കോൺട്രാക്ട് ക്യാരേജ് വാഹനത്തിൽ പെടുന്നു. അടുത്തത് നോക്കിക്കേ, മോട്ടോർ ക്യാബുകൾ. മോട്ടോർ ക്യാബുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇതും ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണ്. ഡ്രൈവർ കൂടാതെ 6ൽ കൂടുതൽ യാത്രക്കാരെ കയറ്റുവാൻ അനുവാദമില്ലാത്ത വാടകയ്ക്ക് ഓടുന്ന വാഹനങ്ങളെ മോട്ടോർ ക്യാബുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവർ ഉണ്ടാകും പ്ലസ് മാക്സിമം പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 പേരായിരിക്കും. ഡ്രൈവറും 6 പേർക്കും യാത്ര ചെയ്യുവാൻ കഴിയുന്ന വാഹനങ്ങളെ മോട്ടോർ ക്യാബുകൾ എന്ന് പറയുന്നു. മോട്ടോർ ക്യാബുകൾ എന്താണ്? ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണെന്ന് ഓർത്തോണം. അടുത്തത് മാക്സി ക്യാബ്. മാക്സി ക്യാബ് എന്ത് തന്നെയാണ്? പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണെന്ന് ഓർക്കുക. മാക്സി ക്യാബ് എന്ന് പറയുമ്പം ഡ്രൈവറെ കൂടാതെ 6 മുതൽ 12 യാത്രക്കാർ വരെ യാത്ര ചെയ്യുവാൻ കഴിയുന്ന വാഹനങ്ങൾ. ഡ്രൈവറും 6 മുതൽ 12 വരെ യാത്രക്കാർ യാത്ര ചെയ്യുവാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് മാക്സി ക്യാബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് സർവീസ് വാഹനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് CF നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി, പെർമിറ്റിന്റെ റിന്യൂവലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോക്കിക്കേ, 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. നിങ്ങളുടെ വാഹനം എടുത്തിട്ട് 8 വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് 2 വർഷ കാലാവധിയിലേക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? 8 വർഷത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് 2 വർഷം കൂടുമ്പോൾ ഫിറ്റ്നസ് തെളിയിച്ചാൽ മതി. പക്ഷേ 8 വർഷത്തിന് മുകളിലാണ് വാഹനത്തിന്റെ പ്രായമെങ്കിൽ, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പ്രായം 8 വർഷത്തിനും മുകളിലാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് പുതുക്കണം, എടുക്കണം.
മനസ്സിലാവുന്നുണ്ടോ? 8 വർഷം വരെയാണ് പ്രായമെങ്കിൽ 2 വർഷം മതി. 8 വർഷത്തിന് മുകളിലാണ് വാഹനത്തിന്റെ പ്രായമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് 1 വർഷത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. അടുത്തത് നോക്കിക്കേ, 78ാമത്തെ ചോദ്യം. നമ്മുടെ ഉത്തരം സി ആണ് വരുന്നത്. 78ാമത്തെ ചോദ്യം വരുന്നത്, റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ടെങ്കിൽ, റോഡിന്റെ മധ്യഭാഗത്ത് തുടർച്ചയായ മഞ്ഞ വരകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഞ്ഞ വര കടന്ന് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. വാഹനങ്ങൾ വേഗത കുറച്ച് പോകണം. മഞ്ഞ വരയിൽ കയറുവാനോ കടന്നു പോകുവാനോ പാടില്ല. എന്താണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മഞ്ഞ വര ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ വാഹനം മഞ്ഞ വരയിൽ കയറാനോ കടന്നു പോകുവാനോ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 31 ഡ്രൈവിംഗ് തിയറിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് തിയറിയിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് നോക്കാം, 79ാമത്തെ ചോദ്യം. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, അപ്പോൾ ഒരു ട്രാഫിക് ഐലൻഡിന്റെ സമീപത്ത് ആംബർ ലൈറ്റ് കത്തുകയാണ്, അല്ലെ ട്രാഫിക് ഐലൻഡിൽ ആംബർ ലൈറ്റ് കത്തുന്നു. നിങ്ങളുടെ വാഹനം ട്രാഫിക് ഐലൻഡിന്റെ സമീപത്തെത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ട്രാഫിക് ഐലൻഡിന് സമീപം സ്റ്റോപ്പ് ലൈനിന് മുമ്പായിട്ട് നിർത്തിയിടുക. വാഹനത്തിന്റെ വേഗത കുറച്ച് ട്രാഫിക് ഇന്റർസെക്ഷനിൽ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോവുക. വാഹനം വേഗത വർദ്ധിപ്പിച്ച് പെട്ടെന്ന് കടന്നു പോവുക. വാഹനം ചുവന്ന സിഗ്നൽ ലൈറ്റ് കത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുക. ആംബർ ലൈറ്റ് ആണ് മിന്നി തെളിയുന്നതെങ്കിൽ നമ്മൾ നിർത്തിയിടണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടേയില്ല. വാഹനത്തിന്റെ വേഗത കുറച്ച് ട്രാഫിക് ഇന്റർസെക്ഷനിൽ കാൽനടക്കാരോ മറ്റ് വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി പോകണം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, അടുത്ത ചോദ്യം നോക്കിയേ, 80ാമത്തെ ചോദ്യം. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം നമ്മൾ പറയുന്നതാണ്, പഠിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 112 എന്തിനെ കുറിച്ച് പറയുന്നു? സെക്ഷൻ 112 വേഗതാ പരിധിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 വാഹനങ്ങളുടെ വേഗതയ്ക്ക് വേണ്ടുന്ന പരിധികളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 പറയുന്നത് പൊതു റോഡുകളിൽ, പബ്ലിക് റോഡുകളിൽ വാഹനത്തിന്റെ കൂടിയ വേഗത, കുറഞ്ഞ വേഗതകളെ പറ്റിയിട്ടാണ്. ഒരു വാഹനത്തിന്റെ വേഗതാ പരിധിയെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 112 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 113 എന്തിനെ പറ്റി പറയുന്നു? സെക്ഷൻ 113 വാഹനത്തിൽ അമിതഭാരം കയറ്റുന്നതിനെ പറ്റിയിട്ടാണ്, ഓവർലോഡിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 113 പറയുന്നത്. രണ്ടെണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെച്ചോണം, മറന്നു പോകരുത്, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നോക്കിക്കുകയും, താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ. ഇന്റേണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ എന്താണ്? ഇനി ഇന്റേണൽ കമ്പസ്റ്റ്യൻ, ഒരു വാഹനത്തില് ഇന്ധനത്തിന്റെ ജ്വലനം നടക്കുന്നത് എഞ്ചിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, വാഹനത്തിൽ ഇന്ധനത്തിന്റെ ജ്വലനം നടക്കുന്നത് എഞ്ചിനുള്ളിലാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇന്റേണൽ കമ്പസ്റ്റ്യൻ. ഉള്ളിൽ ജ്വലനം നടക്കുന്നു, അന്തർദഹനം, ഉള്ളിൽ ജ്വലനം നടക്കുന്ന എഞ്ചിനെ നമ്മൾ IC എഞ്ചിൻ എന്ന് പറയുന്നു. നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. പെട്രോൾ എഞ്ചിനുള്ളിലാണ് ജ്വലനം നടക്കുന്നത്. ഡീസലും അങ്ങനെ തന്നെയാണ്, 2 സ്ട്രോക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഉത്തരം ഏതാണ്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, എക്സ്റ്റേണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ ആണ്. എക്സ്റ്റേണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ ആണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, 82ാമത്തെ ചോദ്യം. നിങ്ങൾ ഓടിക്കുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു വാഹനം ഓടിക്കുകയാണ്, വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു അപകടത്തിൽപ്പെടുന്നു, ആ അപകടം മൂലം മറ്റൊരാൾക്ക് പരിക്ക് പറ്റുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 134 സെക്ഷൻ 134 എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവറിന്റെ ഉത്തരവാദിത്വം, വാഹനം മൂലം അപകടം സംഭവിക്കുമ്പോൾ ഡ്രൈവറിനുണ്ടാകേണ്ട ഉത്തരവാദിത്തത്തെ പറ്റി സെക്ഷൻ 134 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എന്താണ് ഉത്തരം എന്ന് പറഞ്ഞാൽ, അപ്പോൾ തന്നെ അവിടെ നിന്ന് വാഹനവുമായിട്ട് പോകണം. അതല്ല ഉത്തരം എന്ന് പറയുന്നത്. വാഹനം നിർത്തിയിട്ട് അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. അതുമല്ല ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വൈദ്യസഹായം ഏർപ്പെടുത്തണം. കണ്ടോ, വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനകം വിവരം അറിയിക്കണം.
നമ്മുടെ ഉത്തരം ഏതാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് നോക്കിക്കേ. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പിറകിൽ കൂടി ഒരു ആംബുലൻസ് കടന്നു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്? നോക്കുകയും ഒരു തരത്തിലുള്ള മുൻഗണനയും കൊടുക്കേണ്ടതില്ല. ഉത്തരമല്ല. നമ്മുടെ മുന്നിലുള്ള വാഹനം വശത്തിലേക്ക് മാറ്റിയാൽ മാത്രം നമ്മുടെ വാഹനവും മാറ്റുക. തെറ്റാണ്. വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കോമൺ സെൻസ് ആണ് ഇതൊക്കെ. ഒരു വാഹനത്തിൽ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വാഹനം ഓടിയ ദൂരം കണക്കാക്കാനാണ്. ഓഡോമീറ്റർ ഓടിയ ദൂരം എന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. വാഹനത്തിന്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? സ്പീഡോമീറ്ററിനെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണ്? സ്പീഡോമീറ്ററിനെ പറ്റി പറയുന്നത് ഏതാണ്? സെക്ഷൻ 117 ആണ് സ്പീഡോമീറ്ററിനെ പറ്റി പറയുന്നത്. വാഹനത്തിന്റെ ഇന്ധനത്തിന്റെ അളവ് അറിയുവാനായിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫ്യുവൽ ഗേജ് ഉപയോഗിക്കും. ഇന്ധനത്തിന്റെ അളവ് അറിയുവാനായിട്ട് ഫ്യുവൽ ഗേജ് നമ്മൾ ഉപയോഗിക്കും. അടുത്ത എന്താണ്? എഞ്ചിന്റെ RPM അറിയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ടാക്കോമീറ്റർ ആണ്. ഇനി എന്താണ് RPM എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, റവല്യൂഷൻ പെർ മിനിറ്റ് ആണ് RPM എന്ന് പറയുന്നത്. RPM എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഓഡോമീറ്റർ വാഹനം ഓടിയ കിലോമീറ്റർ ദൂരം അറിയുവാൻ വേണ്ടിയിട്ട്, സ്പീഡോമീറ്റർ വാഹനത്തിന്റെ സ്പീഡ് അറിയുവാൻ വേണ്ടിയിട്ട്, ടാക്കോമീറ്റർ എഞ്ചിന്റെ റവല്യൂഷൻ RPM അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഫ്യുവൽ ഗേജ് ഇന്ധനത്തിന്റെ അളവ് അറിയുവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. 85ാമത്തെ ചോദ്യം. MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. MSM PSL എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. MSM എന്ന് വെച്ചാൽ മിറർ സിഗ്നൽ ആൻഡ് മാനുവർ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് കണ്ണാടിയിലേക്ക് നോക്കുക, അനുയോജ്യമായിട്ടുള്ള സിഗ്നൽ നൽകുക, അതുപോലെ തന്നെ ആ പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യുക. MSM PSL ഓർത്തു വെച്ചോണം. MSM PSL പൊസിഷൻ, സ്പീഡ്, ലുക്ക്, മിറർ സിഗ്നൽ, മാനുവർ. ഓർത്തു വെച്ചോളുക. അടുത്ത ചോദ്യം നോക്കിക്കേ. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന MV ആക്ട് 1988 ഏത് വകുപ്പാണ് അല്ലെങ്കിൽ ഏത് സെക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. സെക്ഷൻ 185, 129, 177, 183. സെക്ഷൻ 185 എന്താണ്? മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്താൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ശിക്ഷ പറയുന്നതിനെയാണ് സെക്ഷൻ 185. സെക്ഷൻ 129 എന്താണ്? മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 129. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അടുത്ത സെക്ഷൻ 183 എന്തിനെ പറ്റി പറയുന്നു? ഓവർലോഡിനെ പറ്റി പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? സെക്ഷൻ 177 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ഓപ്ഷൻ സി അല്ലെങ്കിൽ സെക്ഷൻ 177? ജനറൽ പ്രൊവിഷൻ ഓഫ് പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ്. ജനറൽ പ്രൊവിഷൻ ഫോർ പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ്, അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള പൊതുവായ ശിക്ഷകളെ പറ്റിയിട്ടാണ് സെക്ഷൻ 177 പറയുന്നത്. ജനറൽ പ്രൊവിഷൻ ഫോർ പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ്, കുറ്റകൃത്യങ്ങൾക്കുള്ള പൊതുവായ ശിക്ഷകൾ. അടുത്ത് നോക്കിക്കേ. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എന്തിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 129 പറയുന്നത്? മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നതിനെ പറ്റി പറയുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്ന് പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 129 ആണ്. ഇനി ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നതിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സെക്ഷൻ 194D ആണ്. ഓർത്തു വെക്കണം, ഡി. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തലയിടിച്ച് വീണ് ഡെഡ് ആയി പോകും. 194D, D ഫോർ ഡെഡ് അല്ലെങ്കിൽ ഡെത്ത് എന്ന് ആലോചിക്കുക. ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ തലയിടിച്ച് വീണ് ഡെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. D ഫോർ ഡെഡ്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഡെഡ് ആയി പോകും. 194D എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. 89ാമത്തെ ചോദ്യം.
മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 190(2) എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 190 സബ്സെക്ഷൻ 2 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചേക്കുന്നത്? അമിത വേഗത, വായു മലിനീകരണം, അമിതഭാരം, ടിക്കറ്റ് ഇല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുക. നമ്മുടെ ഉത്തരം വരുന്നത് ശബ്ദവായു മലിനീകരണം. സെക്ഷൻ 190 സബ്സെക്ഷൻ 2 വിവിധ തരത്തിലുള്ള നോയിസ് സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചണം. നോയിസ് സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട്. അപ്പം സെക്ഷൻ 190 സബ്സെക്ഷൻ 2 എന്തിനെ പറ്റി പറയുന്നു? ശബ്ദവായു മലിനീകരണം, വിവിധ നോയിസ് സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചോണം. 90ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 112 112 വേഗത പരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷ 3 വീലറിന്റെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത. ഈ ഒരു ചോദ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാവുന്ന ചോദ്യമാണ്. എങ്കിലും പറയുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കുന്നത്. കാരണം 6 വരി ദേശീയ പാതകളിൽ ഓട്ടോറിക്ഷകൾ പാടില്ല എന്നൊരു നിയമം ഈ അടുത്തിടയ്ക്ക് കണ്ടിരുന്നു. അപ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ, നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ആൻസർ കീ പ്രകാരം ഉത്തരം 50 ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അടുത്ത ചോദ്യം നോക്കുക. 91ാമത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമാരിറ്റേറിയൻ നിയമം, ഗുഡ് സമാരിറ്റൻ ലോ പാസാക്കിയത് ഏത് വർഷമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 168. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 168 എന്തിനെ പറ്റി പറയുന്നു? ഗുഡ് സമാരിറ്റൻ ലോയെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതെന്നാണ് പാസ്സാക്കിയത്? ഉത്തരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓപ്ഷൻ ബി ആണ്. 2016 റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ എന്ന് പറയുന്ന ആ നിയമം സുപ്രീം കോടതിയിൽ അംഗീകരിക്കപ്പെടുന്നത്, പാസ്സാക്കപ്പെടുന്നത്. 92ാമത്തെ ചോദ്യം നോക്കുക. ലോകത്ത് നടന്ന വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം, വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ്, റോഡിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ദിനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം 92ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നോക്കുക, എല്ലാ നവംബർ മാസത്തിലെയും 3ാമത്തെ ഞായറാഴ്ച. എല്ലാ നവംബർ മാസത്തിലെയും 3ാമത്തെ ഞായറാഴ്ച. ഒരു പഴയ ചോദ്യമാണ്, ഓർത്ത് വെച്ചേക്കണം ഇത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിയേ, അടുത്ത ചോദ്യം നോക്കുക. 93ാമത്തെ ചോദ്യം. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരമുള്ളത്? ഇവിടെ ശ്രദ്ധിക്കണം, വാഹനം പിടിച്ചെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനം പിടിച്ചെടുക്കുവാനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, സെക്ഷൻ 69, സെക്ഷൻ 206, 182, 207. നോക്കുക, ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഉത്തരത്തിലേക്കുള്ള എളുപ്പ വഴിയായി കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 എന്തിനെ പറ്റി പറയുന്നു? മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 പറയുന്നു, രേഖകൾ പരിശോധിക്കുവാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന് രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട്. അപ്പോൾ രേഖകൾ പിടിച്ചെടുക്കുവാനുള്ള അധികാരത്തെയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 പറയുന്നത്. ഇനി മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 വന്നാൽ, സെക്ഷൻ 207ലേക്ക് വന്നാൽ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് വാഹനം പിടിച്ചെടുക്കുവാനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നിയമപാലകന് വാഹനം പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 പ്രകാരമാണ് ഒരു നിയമപാലകൻ വാഹനം തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരുന്നത്. ഡീറ്റെയിൻ എന്ന് പറയും, ഡീറ്റെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രായപൂർത്തിയായ വാഹന ഉടമ, ശ്രദ്ധിച്ച് കേട്ടോണം. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ, ഒരു വാഹന ഉടമയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, അയാൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴത്തുക എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 5000 രൂപ ഫൈൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? സാധാരണഗതിയിലും ഈ ഫൈൻ തുക എന്ന് പറയുന്നത് 2000 മുതൽ 5000 രൂപ വരെയാണ്. പക്ഷേ ആൻസർ കീയിൽ 3000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് 3000 എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കുക, 96. വാഹനം ഒരു കയറ്റം കയറിക്കഴിഞ്ഞ് ഇറക്കമിറങ്ങുമ്പോൾ ഏത് ഗിയറിലായിരിക്കും ഇറങ്ങേണ്ടത്? കയറ്റം ഏത് ഗിയറിലാണോ കയറിയത് അതേ ഗിയറിൽ തന്നെ എന്ത് ചെയ്യണം? ഇറക്കവും ഇറങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു വാഹനത്തിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്
ഏത് തരം ഹോൺ ആണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നു വാഹനത്തിന് നിർബന്ധമായിട്ടും ഇലക്ട്രിക് ഹോൺ ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും എയർ ഹോൺ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത നോക്കിക്കേ, ആർമേഡ് വെഹിക്കിൾ അഥവാ കവചിത വാഹനങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർമേഡ് വെഹിക്കിൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏത് തരം വാഹനങ്ങളാണ്? കവചിത വാഹനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളെ പറ്റിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളെയാണ് നമ്മൾ പൊതുവിൽ ആംഡ് വെഹിക്കിൾ എന്ന് പഠിച്ചിരിക്കുന്നത്. അപകടകരമായ ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്പാർക്ക് അറസ്റ്റർ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 129A പറയുന്നു എന്തിനെ പറ്റിയിട്ട്? സ്പാർക്ക് അറസ്റ്റർ. A4 അറസ്റ്റർ എന്ന് പഠിക്കുക, A4 അറസ്റ്റർ എന്ന് പഠിക്കുക. അപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 129 പറയുന്നു എല്ലാ വാഹനങ്ങൾക്കും, എല്ലാ വാഹനം എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും നിർബന്ധമായിട്ടും സ്പാർക്ക് അറസ്റ്റർ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 100ാമത്തെ ചോദ്യം, ഇന്നത്തെ അവസാനത്തെ ചോദ്യം, സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറമേത്? PSC തന്നെ ചോദിച്ച് കുഴഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, ഒലിവ് ഗ്രീൻ നിറം. അപ്പോൾ ഒലിവ് ഗ്രീൻ നിറം സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ നൽകിയിട്ടുള്ളതാണ് എന്ന് ഓർത്തു വെച്ചോണം. 30 ചോദ്യങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഏറ്റവും പുതിയ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഡ്രൈവറിന് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. വീണ്ടും ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇ-ലേണിനൊപ്പം തയ്യാറെടുക്കാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് ലൈവ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, അതുപോലെ തന്നെ PDF സ്റ്റഡി നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താരതമ്യേന കുറഞ്ഞ ഫീസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമാകുന്നത്. താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡെമോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.